ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്ന് തലവൻ എന്ന് പറയുന്ന സിനിമയാണ് കണ്ടത്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി തന്ന ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയ്യപ്പനും കോശിയൊക്കെ പോലുള്ള ഒരു ഈഗോ ക്ലാഷിന്റെ പേരിലുണ്ടാവുന്ന ഒരു സംഭവമാണെന്നുള്ളൊരു രീതിയിലായിരുന്നു ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസിഫ് അലി എന്ന് പറയുന്ന നടൻ്റെ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകൾക്കെല്ലാം കുറേ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബിജു മേനോൻ്റെ തുണ്ടും ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതാണ്. ബട്ട് അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും നമുക്കറിയാവുന്നൊരു കാര്യമാണ്. സോ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഈഗോ ക്ലാഷ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ട്രെയിലറിൽ തന്നെ പറയുന്നൊരു സാധനം. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുന്തോറും സിനിമയ്ക്ക് കൊടുക്കാവുന്ന ഒരു ബിൽഡപ്പ് അത് പീക്ക് ലെവലിൽ ജിസ് ജോയി എഴുതി വെച്ചിട്ടുണ്ട്. അത് കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ പുള്ളിക്കാരൻ വിജയിച്ചിട്ടുമുണ്ട്. സോ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് കിട്ടിലൻ ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നു. ഒരു ഒരു ബിൽഡപ്പ് ഹൈ ആയിട്ട് കൊണ്ടുവന്നിട്ട് അതിനൊരു ഒരു ഒരു എൻഡ് വെച്ചിട്ട് ഒരു കിടിലൻ സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തുകയും അതിനോടൊപ്പം തന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് ആ ഒരു ബിൽഡപ്പിന് എത്രത്തോളം ക്വാളിറ്റി കൊടുക്കാവോ ഒരു ഓഡിയൻസ് തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സാധനം അത് അതുപോലെ നമുക്ക് കൊണ്ടെത്തിച്ച് തരാൻ പറ്റുക, നമ്മളെ അതിൻ്റെ പീക്കിലേക്ക് എത്തിക്കുക. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് കിടിലനായിട്ട് ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ വ്യത്യാസവും വരുത്തിയിട്ടില്ല. സോ ടോട്ടലി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് പോയി നിൽക്കുന്ന ഒരു ഗംഭീര ത്രില്ലർ മൂവിയാണ് തലവൻ. ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പേരെ പറയേണ്ടി വരും. കാരണം ഒന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്, ഗംഭീര സ്ക്രിപ്റ്റാണ്, നല്ല നല്ല വർക്ക് ചെയ്ത് നല്ല ക്വാളിറ്റി ആയിട്ട് എഴുതി ഓഡിയൻസിന് നന്നായിട്ട് അത് വർക്ക് ആവണം എന്ന് ആഗ്രഹിച്ച് എഴുതിയൊരു സ്ക്രിപ്റ്റ്. രണ്ട് ഇതിലെ പെർഫോമൻസുകളാണ്. സോ ഇതിനകത്ത് ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല, എല്ലാവരും നല്ല കിടിലൻ പെർഫോമൻസുകളാണ്. അതും ആ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസവും ഇല്ല. ടോട്ടലി എൻഗേജ്ഡ് ആക്കി ഇരുത്തുന്ന ക്ലൈമാക്സ് വരേക്കും നമുക്ക് നന്നായിട്ടൊരു എഫക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കിടിലൻ ത്രില്ലർ മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടിലനാണ്. ദീപക് ദേവ് പൊളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരനെ അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടാറില്ല, പക്ഷെ കിട്ടുന്ന ഏരിയ പുള്ളിക്കാരൻ തകർത്തടുക്കിയിട്ടുണ്ട്. എനിവേ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ആസിഫ് അലി, ബിജു മേനോൻ പറയേണ്ട കാര്യമില്ല, രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടനോട് പേഴ്സണലി പറയാൻ തോന്നുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എത്രത്തോളം നന്നാവുന്നോ അത്രത്തോളം നിങ്ങളുടെ നടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു നടനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടൻ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കിടിലൻ കിടിലൻ സിനിമകളാണ് ഇനിയും നിങ്ങൾക്ക് വരാനുള്ളത്. കാരണം നിങ്ങളൊരു കിടിലൻ ആക്ടറാണ്. ആ കാര്യത്തിൽ നിങ്ങൾ ഇടയ്ക്ക് മറന്നു പോകുന്നതാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കിടിലൻ സിനിമകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജിസ് ജോയ് ഡയറക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു സിനിമയ്ക്ക് കിട്ടാവുന്ന എന്ത് ഹൈപ്പ് എന്ത് ക്വാളിറ്റിയും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെ ഓവർ ഹൈപ്പ് കൊടുക്കാതെ കറക്റ്റായിട്ട് ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് ക്ലിയർ കട്ടായിട്ട് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര ത്രില്ലർ കാണാൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ട് പോയിക്കോ, ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഇത് ഒ ടി ടിയിൽ വന്നിട്ട് കാണാം എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നല്ലൊരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്തു എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിവേ ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് എടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ ചാനൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബെലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും